അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു ട്രാപ്പായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രാപ്പ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, ബാ. E4, E5, Knight F3, Pawn F6. ഇതത്ര ചിലവർ കളിക്കാത്തൊരു മൂവാണ്. ഇതിൻ്റെ പേരാണ് ഡാമിയാൻഡോ ഡിഫൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കളിക്കേണ്ട മൂവ് നൈറ്റ് E5 ആണ് ബെസ്റ്റ് മൂവ്. ഈ പോൺ എടുത്തിട്ട് E5 ക്യാപ്ചർ ചെയ്താൽ നമ്മുടെ ട്രാപ്പിൽ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ബ്ലാക്ക് വിചാരിക്കും നൈറ്റ് ഇത് ഫ്രീയോ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ നേരെ വരും, ഞാൻ നൈറ്റൊക്കെ പോട്ടടാ, ഞാൻ നിന്നെ പിടിച്ചോളാം. നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ക്യൂൻ H5 ചെക്ക്, കിങ് E7. അതെ, പോൺ എടുത്തിട്ട് G6 വെക്കുകയാണെങ്കിൽ കളിക്കേണ്ട മൂവ് ക്യൂൻ E5 ചെക്ക്, കിങ് F7 വെക്കുകയാണെങ്കിൽ നേരെ വന്നം ബിഷപ്പ് C4. അപ്പോൾ പോൺ D5 വയ്ക്കും, ബിഷപ്പ് എടുത്ത് പിന്നെയും D5 ക്യാപ്ചർ, എങ്ങോട്ട് നീങ്ങാനില്ല. ബിഷപ്പ് E6 വയ്ക്കും. അപ്പോൾ നേരെ ബിഷപ്പ് എടുത്ത് E6 ചെക്ക് കൊടുക്കും. അത് കിങ് E8 പോകണമെങ്കിൽ നേരെ ക്യൂൺ പോട്ടെ. അതല്ലാതെ കിങ് E8 പോവുകയാണെങ്കിൽ ഫസ്റ്റ് ബിഷപ്പ് G8 ചെക്ക്, എന്നിട്ട് ക്യൂൺ വെച്ച് E7 വെക്കുകയാണെങ്കിൽ നേരെ ക്യൂൺ H8 റൂക്ക് ക്യാപ്ചർ ചെയ്യണം. അപ്പം അങ്ങനെ കളിക്കണം. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ച വേരിയേഷൻ. ഇത് ഈ പോൺ G6 ആണ്. അപ്പോൾ ഈ പോൺ G6 അല്ലെങ്കിൽ കിങ് E7 നേരെ ക്യൂൺ E5 ചെക്ക്, കിങ് F8, ബിഷപ്പ് C4, കിങ് G6, ക്യൂൺ F5 ചെക്ക്, കിങ് H6, നേരെ വരുന്നു പോൺ D4 ചെക്ക്. എന്തായാലും ക്യൂൺ എടുത്ത് G5 വന്നെങ്കിൽ ക്യൂൺ എടുത്ത് ബിഷപ്പ് എടുത്ത് നേരെ ക്യൂണിനെ ക്യാപ്ചർ ചെയ്യണം. അതല്ലാണ്ട് നേരത്തെ കുറച്ചുകൂടി നല്ല ബെറ്റർ മൂവ് ഇതാണ്. പക്ഷെ അത് കളിച്ചിട്ട് കാര്യമില്ല. G5 H4. അപ്പോൾ ഈ പോണിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ബിഷപ്പ് E7, പോൺ G5 ഡബിൾ ചെക്ക്. അപ്പോൾ കിങ് G7 പോകും. ഇത് ഒറ്റൊരു മൂല ചെക്ക്മേറ്റാണ്. ഒന്ന് പേഴ്സായിട്ട് അറിയുക, സിമ്പിളാണ്. അപ്പോൾ ഞാൻ കണ്ടെന്ന് വിചാരിക്കുന്നു. ക്യൂൻ F7 ചെക്ക്മേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.